ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വീണ്ടും യൂട്യൂബ് കാരണം കൊണ്ട് വീണ്ടും ഒരു വലിയൊരു പെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പെട്ടിയാകുമ്പോഴത്തേക്കും പിന്നെ നിങ്ങളെ കാണിക്കാതെ എനിക്കത് പൊട്ടിക്കാൻ പറ്റുമോ? വന്നിട്ട് ശരിക്കും ഒരാഴ്ചയിൽ കൂടുതലായി, പക്ഷേ ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. വീഡിയോ എടുത്ത് തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. സംഭവം വേറൊന്നുമല്ല, ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതെനിക്ക് വന്നിട്ടുള്ളത് സ്മിറ്റനിൽ നിന്നാണ്. അപ്പോൾ അവസാനമായിട്ട് എനിക്കുണ്ടായിരുന്ന ബാക്കി ബക്സും കൂടി റെഡീം ചെയ്ത് എനിക്ക് കിട്ടിയ കുറേ ഫ്രീ പ്രോഡക്റ്റ്സ് ആണ് ഈ ഒരു വലിയ പെട്ടിയിലുള്ളത്. ശരിക്കും ഈ വലിയ പെട്ടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു, ഇതിൻ്റെ അത് ഇത്രയും വലുതായിട്ട് എന്ത് സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം എനിക്ക് ചെറിയ ചെറിയ പെട്ടികളായിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഇത്തവണ ഒരൊറ്റ പെട്ടിയിലാക്കി വന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് കിട്ടിയത്, ഫ്രീ ആയിട്ട് എങ്ങനെ ഇത്രയും പ്രോഡക്റ്റ്സ് കിട്ടും എന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതൊരു ലിസ്റ്റ് ഓഫ് സീരീസ് പോലെയാണെന്ന് തോന്നുന്നു ഞാൻ ചെയ്തത്. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഫുൾ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇന്ന് ഇതിൻ്റെ അൺബോക്സിങ്ങും എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്തായാലും ഞാൻ എൻ്റെ കൂപ്പൺ കോഡും ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി കൂടുതലൊന്നുമില്ല, നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് അകത്തുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ പക്ഷേ ഇവർക്ക് അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും കളക്ഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. നമുക്ക് ബക്സ് റെഡീം ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര കുറവാണ് കളക്ഷൻസ് എല്ലാം. ബട്ട് സ്റ്റിൽ ഉള്ളത് കൊണ്ട് ഞാൻ ആ ബക്സ് തീർത്ത് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ വീഡിയോയിലും അത്ര വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും ഇതുവരെ കിട്ടാത്ത ആൾക്കാർക്ക് ഞാൻ വിചാരിക്കുന്നു നമുക്കൊരു ഗിവ് അവേ പോലെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ചാനൽ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലാണ്, ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഇനിയൊരു 5000 സബ്സ്ക്രൈബേഴ്സ് എന്നാവോ അന്ന് നമുക്കൊരു അത്ര അടിപൊളിയല്ല, ചെറിയൊരു ഗിവ് അവേ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ അതിനിപ്പോൾ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, അന്ന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പ്രോഡക്ട്സ് കാണാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി ഓർമ്മയില്ല. ഒരു 2-3 ആഴ്ചയായി തോന്നുന്നു ഓർഡർ ചെയ്തിട്ട്. ഒരാഴ്ച വരാനെടുത്തു, പിന്നെ ഒരു 1-2 ആഴ്ച ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് നോ, ആഹാ അടിപൊളി. ഞാൻ ഓർഡർ ചെയ്യാത്ത എന്തൊക്കെയോ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ഒരു ലോഡ് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇതെന്താ ഇത്? ഇതൊരു റേസറാണ്, ഫേസ് റേസറാണ്. ഇതെനിക്ക് തോന്നുന്നു MRP 133 ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ടല്ലോ, ഇത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഫേഷ്യൽ റേസറാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഒരേ ഒരു ഫേഷ്യൽ റേസറാണ് ഇതിൻ്റെ കൂടെയുള്ളൂ. ഇതായിരുന്നു ഫസ്റ്റ്. ഇനി രണ്ടാമത്തേത്, നമുക്കാദ്യം കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ്സ് നോക്കാം. ഡോട്ട് ആൻഡ് കീയുടെ ചെറിയൊരു നൈറ്റ് ജെല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു. ട്രയൽ പാക്ക് പോലത്തെ കുഞ്ഞു പാക്കാണ് വരുന്നത്. MRP 195 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ml ആണ്? 15 ml ഡോട്ട് ആൻഡ് കീയുടെ നൈറ്റ് ജെല്ല്. സീൽഡാണ്, ഓപ്പൺ ചെയ്യണ്ടല്ലോ വെറുതെ. അടുത്തത്, അയ്യോ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ ഒരു സാധനം എനിക്ക് എന്തോ ഒരു അഡിക്ഷൻ പോലെയായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ബോട്ടിൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ ഇതേ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു ബക്സിലും കൂടി ഈ സാധനം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എന്തായാലും കിട്ടുന്ന കുഞ്ഞാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മണമാണ്. യൂഷ്വലി വാനില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ ഒരു പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് മേടിച്ചില്ല, വലുത് എന്തായാലും ഞാൻ മേടിക്കും. സോ അടുത്ത പ്രോഡക്റ്റ്, ഇതൊരു സ്കാൽപ്പ് മസാജറാണ്. ഇങ്ങനെ ചെറിയ ബോൾ പോലത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നൊരു കുഞ്ഞ് സ്കാൽപ്പ് മസാജറാണിത്. അടുത്തത് എന്താ? നാച്ചുറൽ വൈബ്സിൻ്റെ ഒരു വൈറ്റമിൻ C സ്കിൻ കെയർ. ഓക്കെ, ഫേസ് സിറമാണ്. ഫേസ് സിറം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഞാൻ. ഓഹോ, സോ സ്മോൾ, കയ്യിൽ പിടിക്കാൻ പോലും ഇല്ല. ഭയങ്കര കുഞ്ഞാണ് ഗൈസ്. ആകെ ഇത്രയേ ഉള്ളൂ സംഭവം. സോ സ്മോൾ. ഇതാണ് അടുത്തത്. ഇങ്ങനെ ബക്സ് റെഡീം ചെയ്തിപ്പോൾ കിട്ടുന്നതും എല്ലാം നമ്മുടെ ഈ ട്രയൽ പ്രോഡക്ട്സിൽ കിട്ടില്ല. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് ആണ് എല്ലാം. അടുത്തതാ ഈ ഒരു ക്യാൻഡിലാണ്, ബബിൾ ക്യാൻഡിലാണ്, വൈറ്റ്. അതും ഭയങ്കര ചെറുതായിപ്പോയി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടി സൈസ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്.
അതെ, ഒരു നൈസ് ഒരു ബബിൾ ക്യാൻഡിൽ. മണമൊന്നുമില്ലേ? ചെറിയൊരു മണമുണ്ട്. കൊള്ളാം, ക്യൂട്ട്. അടുത്ത ഇനി എന്താണ്? അടുത്തതൊരു സോപ്പ് വയ്ക്കുന്നൊരു സാധനമാണ്, വുഡിൻ്റെ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിരിക്കും എന്ന് തോന്നി. കൊള്ളാം, ഇത് അടിപൊളിയാണ്. നമ്മൾ ഈ പണ്ട് ബാക്കി കിടന്ന തടി പീസൊക്കെ എടുത്തിട്ട് നമ്മൾ ഫോണൊക്കെ ആക്കി കളിക്കില്ലേ, ആ ഒരു സംഭവം പോലെ. പക്ഷേ കാണാൻ ക്ലാസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. വേഗം കാണിക്കാം. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തതായിട്ട് സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. മിററാണെന്ന് തോന്നുന്നു. സോറി ഗൈസ്, ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അകം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് വന്നിട്ട് ഒരു മാനിക്യൂർ കിറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു മിനി മാനിക്യൂർ കിറ്റാണ്. അതിൽ നെയിൽ കട്ടറും നെയിൽ ഫൈലർ അങ്ങനത്തെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. അയ്യോ, ഓപ്പൺ ആവുന്നില്ല ക്ലോസ് ചെയ്തപ്പോൾ. യെസ്, നെയിൽ കട്ടർ, പിന്നെ ഒരു കുഞ്ഞ് സിസേഴ്സ്, ഐബ്രോ ത്രെഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നതാണോ, 2 നെയിൽ കട്ടർ, നെയിൽ ഫൈലർ, ക്യൂട്ടിക്കിൾ റിമൂവർ എല്ലാം കൂടി ചേർന്നൊരു മിനി മാനിക്യൂർ സെറ്റാണ്. താഴെ പോവും അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാം. ഇങ്ങനത്തെ ഒരു മിനി മാനിക്യൂർ സെറ്റാണ്. കൊള്ളാം, ഇത് നൈസായിട്ടുണ്ട്. നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. അതെ, നൈസായിട്ടുള്ളൊരു മാനിക്യൂർ കിറ്റ്. അടുത്തത് എന്താണിത്? അടുത്തൊരു പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് കുഞ്ഞ് പാക്ക് ആകുമ്പോഴത്തേക്കും മണം ഇഷ്ടപ്പെട്ടാൽ വല്ലതും മേടിക്കാമല്ലോ. പക്ഷെ ഇത്രയും കുഞ്ഞായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഒരു ദിവസം യൂസ് ചെയ്യാം, മണം നോക്കാം, ടെസ്റ്റ് ചെയ്യാം. അടുത്തത് ഞാൻ കുറച്ച് ഫേസിലത്തേക്ക് ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫേഷ്യൽ ഷീറ്റ് മാസ്ക്. അപ്പോൾ ഇനി അടുത്തത് ഇത് ആക്ച്വലി ചിരട്ടയാവല്ലേ ഈശ്വര, ചിരട്ടയുടെ ഒക്കെ ഒരു ബൗളായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. നമുക്ക് ഈ കുഞ്ഞു കറികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാനൊക്കെ ഭയങ്കര രസമായിരിക്കും തോന്നി. അങ്ങനെ കണ്ടപ്പോൾ മേടിച്ചാണ്. ചിരട്ടയുടെ ഷേപ്പിൽ വരുന്ന ബൗൾ. സംഭവം ചിരട്ട ഒന്ന് സെറ്റാക്കി എടുത്തായിരിക്കും. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വാവ്, ചിരട്ട നല്ലതുപോലെ പോളിഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഒന്നുമില്ലെങ്കിലും ചിരട്ടപ്പൊട്ടയിലും ഉണ്ടാക്കാൻ തോന്നുന്നു. ഇല്ല, സംഭവം രസമുണ്ട്. ഇച്ചിരി നല്ല പൊടിയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് പോളിഷ് ചെയ്തെടുത്തതിൻ്റെ പൊടിയാണ്. ഒന്ന് വാഷ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഭംഗിയാവും സംഭവം. കൊള്ളാം. അടുത്തത് ഇതെന്താണിത്? ഓക്കെ, ഒരു സൺസ്ക്രീൻ കണ്ടപ്പോഴത്തേക്ക് മേടിച്ചതാണ്. ഒരുപാട് വലുതാണ് ഗേസ്, സോ ബിഗ് ഒരു സൺസ്ക്രീൻ. ഏതാ ബ്രാൻഡ്? സൺ ബാരിയർ. അടുത്തത് നെക്സ്റ്റ് പ്രോഡക്റ്റ് പ്ലീസ്. ഇതൊരു സ്മിട്ടൻ്റെ ഒരു കോമ്പിൻ്റെ കോംബോ കിറ്റാണ്. വലിയ കോമ്പായപ്പോഴല്ലോ, ഞാൻ കണ്ടപ്പോൾ വലുതായിരിക്കും എന്ന് വിചാരിച്ചു കോമ്പ്. ഓപ്പൺ ചെയ്യാൻ നോക്കട്ടെ. വാവ്, നല്ല മണം. കുഞ്ഞാണെങ്കിലും കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. 2 കോമ്പ്, ഒരു സി ഷേപ്പ് കോമ്പും പിന്നെ നമ്മുടെ വലിയ കോമ്പിനൊരു മിനി വെർഷനും. പിന്നെ ഇതൊരു ബിയേർഡ് കോമ്പാണ്. ഉടൻ തന്നെ ബിയേർഡൊക്കെ ഇതൊക്കെ വേണ്ടി അങ്ങനത്തെ ഒരു കോമ്പാണിത്. ഡബിൾ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. ബിയേർഡ് കോംബ്. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് ഒരു ബോട്ടിലാണേ. ഈ ബോട്ടിൽ എനിക്ക് ലാസ്റ്റ് ടൈം മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ പറ്റുന്ന ബോട്ടിലാണ്. അങ്ങനെ പൊട്ടിപ്പോവാത്തൊരു ബോട്ടിലാണ്. പക്ഷേ ഈ ഒരു ടെമ്പറേച്ചർ പോലത്തെ സാധനം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നില്ല. പക്ഷെ അത് എക്സാക്ട്ലി ആ ഒരു സംഭവം കറക്റ്റൊന്നും അല്ല എന്നാണ് ഞാൻ കേട്ടത്. അയ്യോ, കൊള്ളാം, നല്ലൊരു ബോട്ടിൽ. ഇത് അത്യാവശ്യം ബക്സ് ഉണ്ടായിരുന്നു റെഡീം ചെയ്യാൻ സമയത്ത്. ബട്ട് സ്റ്റിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇത് കൊള്ളാം, നൈസാണ്. ഇനി ഈ സംഭവം ഇവിടെ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വാക്യൂം മഗ്, ഹാൻഡ് വാഷ് ഓൺലി, ഡു നോട്ട് മൈക്രോവേവ്. ഓക്കെ, അടുത്ത് നോക്കാം.
കഴിയാറായി ഗൈസ്, കഴിയാറായി. ഇത്തവണ വളരെ കുറച്ച് പ്രോഡക്റ്റ്സേ ഉള്ളൂ, കാര്യം ബക്സ് കുറവായിരുന്നു. ഒന്നുമില്ല, കഴിഞ്ഞു പരിപാടിക്ക്. ഇനി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കാണിച്ചാൽ, വാവ്, ഇത് അത്യാവശ്യം നല്ല വലുതാണല്ലോ. മേക്കപ്പ് പൗച്ചാണ് സംഭവം. കാണാനൊക്കെ നല്ല റിച്ച് ലുക്കുണ്ട്. മേക്കപ്പ് പൗച്ചാണ്. എനിക്കിപ്പോൾ അത്യാവശ്യം കുറേ മേക്കപ്പ് പൗച്ച് ഉണ്ട്, പക്ഷെ അതെല്ലാം കുറച്ചും കൂടി ചെറുതാണ് വരുന്നത്. മാത്രമല്ല ഇത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. നിങ്ങൾക്കെല്ലാം കാണുന്നുണ്ടായിരുന്നു ഞാൻ കാണിച്ചതൊക്കെ. നൈസ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഒക്കെയാണ് സംഭവം. കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പ്രോഡക്റ്റ്, അവസാനത്തെ പ്രോഡക്റ്റ് ഇതാണ്. ഇതൊരു സ്ലിംഗ് ബാഗാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു ഡിസൈൻ ഡിഫറൻസ് വരുന്നൊരു സ്ലിംഗ് ബാഗ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അതൊട്ടും യൂസ്ഫുൾ ആയില്ല. കാര്യം അമ്മയ്ക്ക് ഇത്രയും കുഞ്ഞ് ബാഗ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ബാഗല്ലേ, യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ബാഗ് എപ്പോഴും അങ്ങനെ അവൈലബിൾ ആയിരിക്കാറില്ല നമ്മൾ നോക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് ഞാൻ കണ്ടപ്പോഴത്തേക്കും അങ്ങ് മേടിച്ചതാണ്. വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഈ ഒരൊറ്റ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി മേടിച്ചു. ഓക്കെ, സെറ്റ്. ഇത് നല്ലതാണ്, നമുക്ക് കുറച്ചുകൂടി വലുതാക്കാം, ചെറുതാക്കാം. നല്ല പ്രിൻ്റൊക്കെ നൈസായിട്ടുണ്ട്. ഹാംലിൻ കുഞ്ഞ് ബാഗാണ്. കളാം, നമുക്ക് അത്യാവശ്യം യൂസ്ഫുള്ളാണതേ. ഐ ലൈക്ക് ഇറ്റ്. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അകത്തൊരു ചെറിയൊരു കള്ളിയൊക്കെ ഉണ്ട്, കാണാവോ ആവോ. അപ്പോൾ ഇത്രയാണ് സ്മിറ്റിൽ നിന്ന് വന്ന ഫ്രീ പ്രോഡക്ട്സ്. അതിന് വീണ്ടും താങ്ക്സ് പറയേണ്ടത് നിങ്ങളോടൊക്കെയാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നില്ല എനിക്ക് സ്മിറ്റിൽ നിന്ന് റെഡീം ചെയ്യാൻ ബക്സും കാര്യങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഫ്രീ പ്രോഡക്ട്സ് വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.